പല ആവശ്യങ്ങൾക്കു വേണ്ടി മന്ത്രം, പൂജ എന്നിങ്ങനെ തുടങ്ങി ഉപയോഗിച്ചുവരുന്ന യന്ത്രം താന്ത്രികം. ഇന്ത്യൻ മതങ്ങളിലെ താന്ത്രിക പാരമ്പര്യങ്ങളിൽ നിന്നുള്ളതാണ് ഒരു ജ്യാമിതീയ രേഖാചിത്രമാണ് യന്ത്രം. പ്രധാനമായും ക്ഷേത്രങ്ങളിലോ വീട്ടിലോ ദേവതകളെ ആരാധിക്കുന്നതിന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ധ്യാനത്തിൽ ഒരു സഹായമായി. ഹിന്ദു ജ്യോതിഷത്തെയും താന്ത്രിക ഗ്രന്ഥങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള നിഗൂഢ ശക്തികൾ നൽകുന്ന ആനുകൂല്യങ്ങൾക്കായി ഇവ ഉപയോഗിക്കുന്നു. അവയുടെ സൗന്ദര്യാത്മകവും സമമിതിയുമായ ഗുണങ്ങൾ കാരണം ക്ഷേത്രനിലകളുടെ അലങ്കാരത്തിനും അവ ഉപയോഗിക്കുന്നു. നിർദ്ദിഷ്ട യന്ത്രങ്ങൾ പരമ്പരാഗതമായി നിർദ്ദിഷ്ട ദേവതകളുമായും കൂടാതെ, അല്ലെങ്കിൽ ചില ജോലികൾ, നേർച്ചകൾ, ഭൗതികമായതോ ആത്മീയമോ ആയ സ്വഭാവം എന്നിവ നിറവേറ്റുന്നതിന് ഉപയോഗിക്കുന്ന ചില തരം ഊർജങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മീയ അന്വേഷകനായ സാധകൻ നടത്തുന്ന ചില സാധനകളിൽ ഇത് ഒരു പ്രധാന ഉപകരണമായി മാറുന്നു. ഹിന്ദുമതത്തിലും ജൈനമതത്തിലും ബുദ്ധമതത്തിലും യന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ യന്ത്രത്തിന്റെ പ്രതിനിധാനം BCE 10,000-11,000 വർഷങ്ങൾ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. സോൺ നദീതടത്തിൽ ഉയർന്ന പാലിയോലിത്തിക് പശ്ചാത്തലത്തിൽ കണ്ടെത്തിയ ഭാഗോർ കല്ല് ആദ്യകാല ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ഒരു വശത്ത് ത്രികോണാകൃതിയിലുള്ള കൊത്തുപണികൾ ഉൾപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള കല്ല് ആരാധനയുമായി ബന്ധപ്പെട്ട സ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് ഒച്ചറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആ പ്രദേശത്തെ ദേവതകളെ ആരാധിക്കുന്നത് ഇന്നത്തെ രീതിയിലാണ് നടക്കുന്നതെന്ന് കണ്ടെത്തി. ഉത്ഖനനത്തിൽ ഏർപ്പെട്ടിരുന്ന കെനോയറും ഇത് ശക്തിയുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കി. ഈ ത്രികോണാകൃതി കാളി യന്ത്രത്തോടും മൂലാധാര ചക്രത്തോടും വളരെ സാമ്യമുള്ളതായി കാണപ്പെടുന്നു. മന്ത്രങ്ങൾ, യന്ത്രങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സംസ്കൃത അക്ഷരങ്ങൾ എന്നിവ ചിന്തകളുടെ രൂപങ്ങൾ ആയാണ് കണക്കാക്കുന്നത്. അവ ശബ്ദകമ്പനങ്ങൾ വഴി അവയുടെ സ്വാധീനം ചെലുത്തുന്ന ദിവ്യത്വങ്ങളെയോ പ്രപഞ്ചശക്തികളെയോ പ്രതിനിധീകരിക്കുന്നു. കൂടുതൽ അറിയാൻ കമന്റ് ചെയ്യുക.